പുതിയ കുടിയേറ്റ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. യുകെയിലെ മാറ്റങ്ങൾ എല്ലാ രാജ്യക്കാരെയും ബാധിക്കും. എന്നാൽ ഇന്ത്യക്കാരെ ഇത് കൂടുതൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം യുകെയിലെ വിസ എടുക്കുന്നവരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരാണ്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ 2025 മെയ് മാസത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി. സ്ഥിരതാമസത്തിനുള്ള കാലയളവ് ഇരട്ടിയാക്കുക, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നിർബന്ധമാക്കുക, പഠനത്തിന് ശേഷമുള്ള തൊഴിൽ സമയം കുറയ്ക്കുക, ഭാഷാപരമായ കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നിയമങ്ങൾ യുകെയിലെ വലിയൊരു ഇന്ത്യൻ സമൂഹത്തെ ദോഷകരമായി ബാധിക്കും. യുകെയിലെ പല വിസകളിലും ഇന്ത്യക്കാർക്ക് മുൻഗണനയുണ്ട്. അതിനാൽ നിയമങ്ങളിൽ മാറ്റം വരുമ്പോൾ അത് ഇന്ത്യക്കാരെ കൂടുതൽ ബാധിക്കും. യുകെയിൽ ഏറ്റവും കൂടുതൽ ജോലി വിസ ലഭിക്കുന്നത് ഇന്ത്യക്കാർക്കാണ്. 2024 81,463 ജോലി വിസകൾ ഇന്ത്യക്കാർക്ക് ലഭിച്ചു. ഇത് മൊത്തം വിസയുടെ 22%. പാകിസ്ഥാൻ, നൈജീരിയ, ഫിലിപ്പീൻസ്, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. ഇതിൽ തന്നെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ, സ്കിൽഡ് വർക്കർ വിസ എന്നിവയാണ് ഇന്ത്യക്കാർക്ക് കൂടുതലായി ലഭിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇത് ഇങ്ങനെ തന്നെയായിരുന്നു. ആരോഗ്യ മേഖലയിൽ സ്റ്റാഫിന്റെ കുറവുണ്ടായിരുന്നു. ഇത് നികത്താനായി നാഷണൽ ഹെൽത്ത് സർവീസസ് ലക്ഷ്യമിട്ടുള്ള ഹെൽത്ത് കെയർ വിസകൾ ഉൾപ്പെടെയുള്ളവയിൽ കൂടുതൽ ഇന്ത്യക്കാർക്കായിരുന്നു മുൻഗണന. ആഗോളതലത്തിൽ നൽകുന്ന സ്കിൽഡ് വർക്ക് വിസകളിൽ 46% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത്. യുകെയിൽ പഠിക്കാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികളിൽ രണ്ടാമത്തെ വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. 2024 92,355 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യുകെ പഠന വിസ ലഭിച്ചു. ഇത് മൊത്തം വിസയുടെ 22%. ചൈനയാണ് ഒന്നാമത്. അവർക്ക് 1,03,561 വിസകൾ ലഭിച്ചു. 2015 ഇത് വെറും 10,418 എന്നാൽ 2022 ഇത് ഏകദേശം 1,39,000 ഉയർന്നു. കൂടാതെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇന്ത്യക്കാരാണ്. ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്കീമിന് കീഴിൽ 41% അപേക്ഷകരും ഇന്ത്യക്കാരായിരുന്നു. 2021 ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യൻ ബിരുദധാരികൾക്കിടയിൽ വളരെ പ്രചാരമുള്ളതാണ്. പുതിയ നിയമം യുകെയിലെ കുടിയേറ്റ രീതികളിൽ മാറ്റം വരുത്തും. സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തി. അതായത് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്നതിന് മുൻപ് കുടിയേറ്റക്കാർ യുകെയിൽ 10 വർഷം ജീവിക്കണം. ഉയർന്ന വൈദഗ്ധ്യമുള്ള വ്യക്തികൾക്ക് ഇതിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും സ്ഥിരതാമസത്തിനായി കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വരും. സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. എ ലെവൽ യോഗ്യതയ്ക്ക് പകരം ബിരുദം നിർബന്ധമാണ്. ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നടപ്പാക്കിയ മാറ്റങ്ങൾ ഇതിലൂടെ ഇല്ലാതാകും. ഏകദേശം 180 തൊഴിൽ സ്ഥാനങ്ങൾ ഈ വിസയ്ക്ക് അയോഗ്യമാകും. കൂടാതെ ശമ്പള പരിധിയിൽ ഇളവ് നൽകിയിരുന്ന നിയമങ്ങളും ഇല്ലാതാകും. ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി 2 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറക്കും. ഈ വിസ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനശേഷം യുകെയിൽ താമസിച്ച് ജോലി ചെയ്യാം. വിസയുടെ കാലാവധി കുറയ്ക്കുന്നത് ബിരുദധാരികളുടെ തൊഴിൽ സാധ്യതകളെ ബാധിക്കും. ഈ വിസ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരാണ്. എല്ലാ വിസകൾക്കും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാണ്. മുൻപ് ഇളവുണ്ടായിരുന്ന ആശ്രിതർക്കും ഇത് ബാധകമാണ്. വിസയുടെ കാലാവധിയിൽ ഉടനീളം ഭാഷാപരമായ കഴിവുകൾ വിലയിരുത്തും. വിദേശത്തു നിന്നുള്ള സോഷ്യൽ കെയർ റിക്രൂട്ട്മെന്റ് യുകെ സർക്കാർ അവസാനിപ്പിക്കും. ഇതിലൂടെ യുകെയിലുള്ളവരെയും വിദേശത്തുള്ളവരെയും നിയമിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. ചൂഷണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 470 അധികം കെയർ പ്രൊവൈഡർമാരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നു. ബിരുദതലത്തിലുള്ള ഉയർന്ന വൈദഗ്ധ്യ പരിധി ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കും. കാരണം സ്കിൽഡ് വർക്കേഴ്സിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. പല ഇന്ത്യൻ പ്രൊഫഷണൽസിനും ബിരുദങ്ങളുണ്ടെങ്കിലും ബിരുദമില്ലാത്തവരെ ഇത് ദോഷകരമായി ബാധിക്കും. ഏകദേശം 180 തൊഴിൽ സ്ഥാനങ്ങൾ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അയോഗ്യമാകും എന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ആഗോളതലത്തിൽ നൽകുന്ന സ്കിൽഡ് വർക്കർ വിസകളിൽ 46% ഇന്ത്യക്കാർക്കാണ്. അതിനാൽ ഈ നിയമം ഇന്ത്യക്കാരെ കൂടുതൽ ബാധിക്കും. വിദേശ സോഷ്യൽ കെയർ വർക്കർ വിസ റൂട്ട് അവസാനിപ്പിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെ സാരമായി ബാധിക്കും. കാരണം യുകെയിലെ ആരോഗ്യ പരിചരണ തൊഴിലാളികളിൽ നല്ലൊരു ശതമാനം ഇന്ത്യക്കാരാണ്. 2024 ഇന്ത്യക്കാർക്ക് നൽകിയ മൊത്തം വർക്ക് വിസകളിൽ 30,301 എണ്ണം ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളാണ്. ഈ മേഖലകളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. 2023 1,62,655 ആയിരുന്നത് 2024 81,463 കുറഞ്ഞു. അതായത് 50% കുറവ്. സ്ഥിരതാമസത്തിനുള്ള കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി വർദ്ധിപ്പിച്ചത് യുകെയിൽ ജോലി ചെയ്യുന്ന വലിയൊരു ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കും. ഇത് സ്ഥിരതാമസത്തിനുള്ള സമയത്തെ ഇരട്ടിയാക്കുന്നു. ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണൽസുകളുടെ ജീവിതത്തെയും കരിയറിനെയും കുടുംബപരമായ കാര്യങ്ങളെയും ബാധിക്കും. ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി 20 മാസത്തിൽ നിന്ന് 18 മാസമായി കുറക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കും. കാരണം ഈ വിസ ഉപയോഗിക്കുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. ഈ 6 മാസത്തെ കുറവ്
ബിരുദധാരികൾക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് യോഗ്യത നേടാനുള്ള അവസരങ്ങൾ കുറക്കുന്നു. നാഷണൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് അലുമിനി യൂണിയൻ UK ചെയർ സനം അറോറ ഈ മാറ്റത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റ് റൂട്ട് നിലനിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, എന്നാൽ ഇതിന്റെ കാലാവധി കുറിച്ചത് ആശങ്കയുണ്ടാകുന്നു. ഈ പരിഷ്കാരങ്ങൾ ശ്രദ്ധയോടെയും വ്യക്തതയോടെയും നടപ്പാക്കണമെന്ന് സനം അറോറ പറഞ്ഞു. പുതിയ നിയമം അനുസരിച്ച് എല്ലാ വിസകൾക്കും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം നിർബന്ധമാണ്. ഇതിൽ ഇളവുണ്ടായിരുന്ന ആശ്രിതർക്കും ബാധകമാണ്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പല ഇന്ത്യൻ അപേക്ഷകർക്കും ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ടെങ്കിലും ഉയർന്ന നിലവാരവും തുടർച്ചയായ വിലയിരുത്തലും വെല്ലുവിളികൾ സൃഷ്ടിക്കും. ഇന്ത്യക്കാർ UK വിദഗ്ധ തൊഴിലാളികളാണ്. വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലാണ്. ഈ നിയന്ത്രണങ്ങൾ ഇന്ത്യയും UK തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ സഹകരണങ്ങൾ ഇരു രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. കുടിയേറ്റ രീതിയിൽ വലിയ വളർച്ചയുണ്ടായിട്ടുണ്ട്. 2015 ഇന്ത്യക്കാർക്ക് നൽകിയ വർക്ക് വിസകൾ 35,503 ആയിരുന്നു. എന്നാൽ 2023 അത് 73,778 ഉയർന്നു. അതുപോലെ വിദ്യാർത്ഥികളുടെ എണ്ണം 2015 10,418 ആയിരുന്നത് 2022 1,39,000 ഉയർന്നു. പുതിയ നിയമങ്ങൾ ഈ വളർച്ചയെ തടസ്സപ്പെടുത്തും. UK പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ മാറ്റങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പുതിയ നിയമം കുടിയേറ്റത്തിനുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നു. വിദ്യാഭ്യാസം, ജോലി അല്ലെങ്കിൽ കുടുംബം എന്നിങ്ങനെ ഏതുമാകട്ടെ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനുള്ള വഴി കൂടുതൽ മത്സരമുള്ളതാകും. സാമ്പത്തികപരമായി മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് മാത്രമേ UK സ്ഥിരതാമസമാക്കാൻ കഴിയൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. UK പുതിയ കുടിയേറ്റ നയങ്ങൾ ഒരു മാറ്റമാണ്. കൂടുതൽ നിയന്ത്രണങ്ങളുള്ള ഒരു പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലേക്ക് മാറുന്നു. ഈ മാറ്റങ്ങൾ എല്ലാ രാജ്യക്കാരെയും ബാധിക്കുമെങ്കിലും കൂടുതൽ വിസകളും ഇന്ത്യക്കാർക്കാണ്. അതിനാൽ ഇന്ത്യക്കാർക്ക് ഇത് കൂടുതൽ നഷ്ടമുണ്ടാക്കും.